ഹലോ ഫ്രണ്ട്സ്, NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് കാലമായതിനാൽ എണ്ണയിൽ ഫ്രൈ ചെയ്തതൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കുതിർത്തതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. തൊട്ട് പിറകെ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ഒന്നാം പാൽ വേണം, തേങ്ങാപ്പാലാണ്. പിന്നെ വേണ്ടത് ഒരു 3-4 ചെറിയ പഴം വേണം. പിന്നെ ഒരു ബ്രെഡ് വേണം. ഇത് നാടൻ ബ്രെഡാണ്, സ്ലൈസാക്കിയതല്ല. ഇത് ബേക്കറികളിൽ നിന്ന് ഫ്രഷായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ഷുഗർ, അല്പം ഏലക്ക പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അല്പം കട്ടിയോട് കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം. ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഷുഗറൊക്കെ നല്ലവണ്ണം മെൽറ്റാകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഴമൊക്കെ തേങ്ങാപ്പാലിൽ ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഈ പഴത്തിൻ്റെ മിക്സിലൊന്ന് കുതിർത്തെടുക്കണം. നല്ലവണ്ണം ഒന്ന് കുതിർത്തെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്കാണിത്, എന്നാൽ വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ഈ മിക്സിലൊന്ന് കുതിർത്തെടുക്കണം. ഇപ്പോൾ മുഴുവൻ ബ്രെഡും ഞാനിവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഫുഡൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കുട്ടികൾ കഴിച്ചോളും. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ല റെസിപ്പിയായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. അതുവരേക്കും താങ്ക് യു.